അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളപ്പം. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അരി നല്ലതുപോലെ വെള്ളത്തിൽ കഴുകി വെച്ചതാണ്. ഇപ്പം 2-3 മണിക്കൂർ വരെ കുതിരാൻ വെച്ച അരിയാണ് കേട്ടോ ഇത്. ഇതിനിപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കപ്പിന് 3/4 കപ്പോളം തേങ്ങയാണ്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേ സെയിം കപ്പിൽ തന്നെ 3/4 കപ്പ് ചോറ്. അതും കൂടി നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്തെടുക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. അത് ഈ സ്പൂണ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് തന്നെ ഇതിൽ അരച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം. അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അതായത് പൊട്ട് തരികളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഇതേപോലെ തന്നെ ഞാനിങ്ങനെ അടച്ച് വെക്കലാണ് ചെയ്യുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 6-7 മണിക്കൂർ വരെ ഒന്ന് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ചൂടാൻ നേരത്തെ എടുത്തതാണ്. അപ്പോഴേക്കും മാഷാ അല്ലാ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളെ മാവ്. ഇനി ഞാനിതിലേക്ക് പഞ്ചസാരയും ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് അതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ടെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് കുറച്ച് കട്ടിക്കാന്നുള്ളത് കേട്ടോ. ഈ ഒരു കട്ടിക്കായി കഴിഞ്ഞാൽ നമുക്ക് ചട്ടീന്ന് പരത്താൻ പെട്ടെന്ന് പാടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കിയിട്ടെടുക്കാം. ഒരുപാട് ലൂസാക്കണ്ട. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. അത്രയും ചേർത്തിട്ട് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളപ്പത്തിൻ്റെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഈ നോൺ സ്റ്റിക്കിൻ്റെ തവയായതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുറ്റിച്ചിട്ടെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ അപ്പം. നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. അതേപോലെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെള്ളപ്പമാണ്. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അപ്പം. ഇനി നമുക്ക് അതേപോലെ എല്ലാ മാവും ഇതേപോലെ ചുട്ടെടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചപാടെ അപ്പാടെ തന്നെ അടച്ച് വെക്കാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ബബിൾസ് വന്നതിന് ശേഷം മാത്രം നമ്മൾ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാവും.
അങ്ങനെ ഞാനിതാ എല്ലാ അപ്പവും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതുപോലെ റെഡിയാവും വെള്ളയപ്പം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.